ചെന്നൈ ഈസ്റ്റ് തിരുച്ചിറപ്പള്ളിയിലെ രാജാറാം ശാലയിലൂടെ ആൾക്കടൽ ഒഴുകി വരുന്നു. ഒഴുക്ക് കുറഞ്ഞ പുഴയിലേക്ക് വീണ ഇല പോലെ അതിനിടയിലൂടെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്ന വാഹനം. അതിനു മുകളിൽ വില്ലുപോലെ വളഞ്ഞും അമ്പ് പോലെ നിവർന്നും കൈകൂപ്പുന്ന കഥാനായകൻ. വാഹനത്തിന്റെ ചലനമനുസരിച്ച് ആവേശത്തിര റോഡിന് ഇരുവശത്തേക്കും ഇരമ്പിയാർക്കുന്നു. തമിഴക അരശിയിൽ തിരയിലെ പുതിയ റിലീസായ തമിഴക വെട്രിക്കഴകത്തിന്റെ തലവൻ സി ജോസഫ് വിജയ് സ്വന്തം മണ്ഡലമായ തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ റോഡ് ഷോ നടത്തുകയാണ്. സിനിമാറ്റിക് രംഗങ്ങൾ നിറഞ്ഞ 4 മണിക്കൂറിലേറെ നീണ്ട പരിപാടിക്കിടെ വിജയ് ഒരക്ഷരം ഉരിയാടിയില്ല. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏറ്റവും മുഴക്കമുള്ള സാന്നിധ്യം പക്ഷേ വിജയുടേതാണ്. ടിവിക്ക് എത്ര വോട്ട് പിടിക്കും? അതാരെ ബാധിക്കും? പ്രചാരണത്തിലെ വെറും താരാവേശമായി അത് ഒടുങ്ങുമോ? അങ്ങനെ ചോദ്യങ്ങൾ പലതാണ്. ഒന്നുറപ്പ്, യുവാക്കൾക്കും സ്ത്രീകൾക്കുമിടയിൽ വിജയ് തീർക്കുന്ന തിരയിളക്കം എതിർ പാർട്ടികളുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. വിജയ് സിനിമകളുടെ റിലീസ് ദിനത്തിലെ പോലെ നായകന്റെ എൻട്രിക്ക് മണിക്കൂറുകൾക്ക് മുൻപേ രാജാറാം ശാല പൂരപ്പറമ്പായി മാറി. ആൾക്കൂട്ടത്തിൽ മഹാഭൂരിഭാഗം യുവാക്കളാണ്. അധ്യാപകൻ അവധിയാകുന്ന ദിവസത്തിലെ ക്ലാസ് മുറി പോലെ സദസ്സ്. കാതുപൊട്ടുന്ന ഉച്ചത്തിൽ മുഴങ്ങുന്ന ഗാനങ്ങൾക്കനുസരിച്ച് ചിലർ നൃത്തം ചെയ്യുന്നു. TVKയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ വിസിൽ തലങ്ങും വിലങ്ങും മുഴങ്ങുന്നു. എന്നിട്ടും ആവേശം തീരാത്ത ചിലർ റോഡരികിലെ മരത്തിൽ വലിഞ്ഞു കയറുന്നു. പോലീസും സംഘാടകരും ഇടപെട്ട് അവരെ വലിച്ചിറക്കുന്നു. ഒരു വിജയ് സിനിമയോളം ദൈർഘ്യമുള്ള ബഹളത്തിനൊടുവിൽ TVKയുടെ പ്രചാരണ ഗാനം മുഴങ്ങും. നായകൻ കൺമുന്നിൽ. സിനിമയ്ക്കിടെ താരം സ്ക്രീൻ വിട്ടിറങ്ങിയാൽ എന്ന പോലെ വാ വിളിച്ചും അലറി വിളിച്ചും ആൾക്കൂട്ടം. പ്രചാരണ യോഗത്തിന് എത്തുന്ന കൂട്ടങ്ങളിൽ വോട്ടുപ്രായമാകാത്തവർ പോലുമുണ്ട്. തിരുച്ചിറപ്പള്ളിയിൽ മാത്രമല്ല, സേലത്തും കോയമ്പത്തൂരും പളനിയിലും യുവാക്കൾക്കിടയിൽ വിജയ് സംസാര വിഷയമാണ്. ടാക്സി ഓട്ടോ ഡ്രൈവർമാരായ ചെറുപ്പക്കാരും വിജയെക്കുറിച്ചും മാറ്റത്തെക്കുറിച്ചും ചിന്തിക്കുന്നു. വിജയ് ഷോകളിലെ സ്ത്രീ സാന്നിധ്യവും ദ്രാവിഡ കക്ഷികളുടെ നെഞ്ചെടുപ്പേറ്റുന്നു. വെറും ആട്ടവും പാട്ടവും മാത്രമല്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ട ചേരുവകളും വിജയ് പയറ്റുന്നുണ്ട്. 35-40% ന്യൂനപക്ഷ വോട്ടർമാരുള്ള തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ മത്സരിക്കാൻ തെരഞ്ഞെടുത്തതിൽ പല കണക്കൂട്ടലുകളുമുണ്ട് വിജയ്ക്ക്. 2021 1,00,000-ലേറെ വോട്ടുകൾക്ക് ജയിച്ച DMKയുടെ ക്രിസ്ത്യൻ ഗുഡ്വിൽ മൂവ്മെന്റ് നേതാവ് കൂടിയായ ഇനിഗോ എസ് ഇരുദുദയരാജ്, അണ്ണാ DMKയുടെ G രാജശേഖരൻ എന്നിവരാണ് പ്രധാന എതിരാളികൾ. 2011 മുതൽ ഈ സീറ്റിൽ ജയിക്കുന്ന പാർട്ടിയാണ് തമിഴ്നാട് ഭരിച്ചത്. 15% വോട്ട് വരെ TVK നേടുമെന്നാണ് പല സർവേകളിലെയും പ്രവചനം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അണ്ണാ DMK വോട്ട് വ്യത്യാസം 6% മാത്രമാണ്. തിരുച്ചിറപ്പള്ളിയിലെ ശ്രീരംഗത്ത് കാവേരി നദി രണ്ടായി പിരിയുന്നു. അരനൂറ്റാണ്ടിലേറെയായി അണ്ണാ DMK ഇരു വഴികളിൽ ഒഴുകുന്ന തമിഴക രാഷ്ട്രീയത്തിൽ മൂന്നാമതൊരു വഴി തുറക്കുമോ വിജയ് എന്നാണ് അവിടെ ഉയരുന്ന ചോദ്യം. അതിനായി കാത്തിരിക്കാം.